എടാ അങ്ങനെ അങ്ങനെ അവിടെ കിടക്ക്. ഇനി കാളിക്കുട്ടി അമ്മയൊന്ന് നോക്കാം. എന്താ ഒരു ശബ്ദം കേട്ടത്? കുതിരയുടെ. ഈ സത്യം ഞങ്ങൾ തിന്നായിരുന്നു. ഞാൻ ഈ ഭൂതത്തിന് മേലെ ഇരിക്കുന്നത്. എന്താ കാളിക്കുട്ടിയമ്മ ഉണ്ടായേ? പ്രസവിച്ചപ്പോ സാധാരണ കുട്ടീനെയായിരുന്നു. ഞാൻ അങ്ങനെ തിരിഞ്ഞ് കുട്ടിയെ കിടത്തുള്ള തുണി ശരിയാക്കായിരുന്നു. അപ്പോഴാ കുതിര കനിക്കാൻ പോലെ ഒരു ശബ്ദം കേട്ടത്. തേഞ്ഞു നോക്കിയപ്പോ അത് എണീറ്റിരുന്ന് ഞങ്ങൾ നോക്കി പല്ലളിക്കണു. അത് രക്തം നീട്ടി ഞങ്ങൾ തിന്നാൻ വരികയായിരുന്നു. ഞാൻ മേല് പഠിച്ച ഇറമുണ്ടെടുത്ത് അതിന് മുഖത്തിട്ട് പിടിച്ച് പട്ടയെ കൊണ്ട് മൂടി അതിന്റെ പുറത്ത് കയറിയിരിക്കുക ചെയ്തത്. കാളിക്കുട്ടി എണീറ്റോളൂ. ഇനി ഞങ്ങളില്ലേ ശാരദേ, അമ്പാലിക നോക്കിക്കോളൂ. അങ്ങോട്ട് തിരിഞ്ഞു നിന്നോളൂ, ഇങ്ങോട്ട് നോക്കണ്ട. എന്നെ ഞാൻ എണീറ്റോട്ടെ. ഇനി കാളിക്കുട്ടി എണീറ്റോളൂ. മണിയാ, അതെടുത്ത് മാറ്റ്. സൂക്ഷിച്ച്. എന്റെ മോൾക്ക് എന്താ ഈ ദൗർഭാഗ്യം വന്നതെന്ന് അറിയില്ല. ഞാൻ എന്ത് പാവമാണ് ചെയ്തത്. അമ്പാലിക അതിനെ കാണാൻ എന്ത് ഭാഗ്യം. കണ്ടിട്ടുണ്ടാവില്ല അല്ല അമ്മായി? കണ്ടിട്ടില്ലേ? കണ്ടിരുന്നെങ്കിൽ അമ്പാലിക ഉറക്കെ കരയായിരുന്നു. അമ്മായി, അവരവിടെ എന്താ ചെയ്യണം നോക്കായിരുന്നു. പടിക്കോർത്തെ വാതിൽ തുറക്കണ ശബ്ദമാരിയുണ്ട്. ആരും പുറത്തിറങ്ങണ്ട. അവരെന്താച്ചാ ചെയ്തിട്ട് വരട്ടെ. അമ്മായി, ആരൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആരെങ്കിലും വരട്ടെ. അമ്മാമ്മ വരാതെ ആരും ഇവിടുന്ന് ഇളകണ്ട. ശരിയാ, അത് ജനിക്കുമ്പോ എന്തൊരു ഭയങ്കരായിരുന്നു. സത്യത്തില് അപ്പോഴേ എനിക്ക് ഭയം തോന്നി. നല്ലോണം മുറുക്കി കെട്ടിക്കോ. നിങ്ങളത് ഒറ്റയ്ക്കെടുത്തോണ്ട് പോവോ? ഓ, ഞങ്ങള് ധാരാളം മതി. ഞാൻ കൂടി വരണോ? ഓ, ഇത് ഞങ്ങൾ എടുത്തോളാം. ഭയം ഉണ്ടെങ്കിൽ ഞങ്ങളും കൂടി വരാം. വേണ്ട തമ്പുരാനെ. ഇതാ ഈ വെട്ടുകത്തിയോട് കൈ വെച്ചോളൂ. രാവിലെ ആര് ചോദിച്ചാലും വേറൊന്നും പറയണ്ട. ഓ, ജനിച്ചപ്പോ തന്നെ മരിച്ചു എന്ന് പറഞ്ഞാൽ ചാത്തോ, നടന്നോ, ഞാൻ പിന്നാലെ ഉണ്ട്. തിരിഞ്ഞു നോക്കണ്ട. ഇവര് പറയില്ലായിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളുന്ന ആ കാളിക്കുട്ടി പുറത്തു വരേണ്ട താമസമേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ ചെണ്ട കൊട്ടി അറിയിക്കാൻ. ഇനി കുറെ കാലത്തേക്ക് ആ അമ്മയ്ക്ക് ചായയുടെയും ചോറിന്റെയും സമയം വരെ ഓരോ വീട്ടിലിരിക്കാൻ ഒരു കഥയായി. അത് പിന്നെ നമ്മൾ കണ്ടതിനേക്കാൾ ആധികാരികമായി ആയമ്മയല്ലേ കണ്ടത്. നമുക്ക് അകത്ത് പോയി അമ്പാലിക്കാൻ നോക്കാം. പപ്പൻ കുറെ മനസാന്നിധ്യം നേടണം. അമ്പാലിക ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അറിയിക്കണ്ട. അത് ശരിയാ. കുട്ടി പ്രസവത്തിൽ തന്നെ മരിച്ചു എന്ന് പറഞ്ഞാ മതി. ശരി. പാലക്കലുകാർ പറഞ്ഞുകൊണ്ടാ ഞാൻ വന്നത്. അല്ലേലും ഇതൊന്നും അത്ര ശരിയുള്ള കാര്യമല്ല. അല്ല, എന്താണ് അവിടെ ഇങ്ങനെ ഒരു ജന്മം നടക്കാൻ കാരണം? ആ പാല ശരിയല്ല. അതൊട്ട് മുറിക്കാൻ അവരോട്ട് കൂട്ടാക്കുകയില്ല. ഓ,
പാലകൾ നിൽക്കണോണ്ടായിരിക്കുമല്ലേ പാലക്കൽ തറവാടെന്ന് പേര് വന്നത്. ആ ആയിരിക്കും. അതെ, കുറച്ചങ്ങനെ മാറ്റി കുത്തായിരുന്നില്ലേ? ഞാൻ ഇപ്പോഴാ ഈ സ്ഥലം ഒന്ന് ശ്രദ്ധിച്ചേ. ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാ. ഈ മരത്തിന്റെ ചൂടാവുമ്പോ ഇവിടെ വേറെ ആരും കുഴി തോണ്ടില്ല. പിടിച്ചോ, പിടിച്ചോ. കനം കൂടിയിട്ടുണ്ടോ? നിക്ക്. പൊക്കിക്ക്. അപ്പൊ ഇതിന്റെ ചോട്ടി തന്നെ കുഴിച്ചിട്ട് നന്നായി. വേറെ ആരെങ്കിലും വന്ന് തോണ്ടിയിട്ട് അവർക്കൊരു കുഴപ്പമുണ്ടാവണ്ടല്ലോ. നമുക്ക് പോവാം. അതെ, യാത്ര പറയാനൊന്നും നിൽക്കണ്ട. ഇതിനുള്ളിൽ കിടക്കണതേ അത്ര നല്ല സാധനമൊന്നും അല്ല. വർത്താനം പറഞ്ഞ് ലോഹ്യം കൂടിയിട്ടേ നമ്മുടെ കൂടെ കൂടണ്ട. അതെ, തിരിഞ്ഞു നോക്കാണ്ട് നടന്നോ. നടന്നോ. നോക്കല്ലേ. സത്യത്തില് അമ്പാലികയെ എനിക്കിപ്പോ വല്ലാത്ത ഭയം തോന്നുന്നു. എന്താ ഏട്ടാ ഈ പറയണേ? സത്യമാണ് ചില അവളുടെ സൗന്ദര്യത്തില് ഞാൻ ഒരുപാട് മയങ്ങി എന്നതാ സത്യം. പക്ഷെ ഇപ്പൊ തോന്നുന്നു ആ സൗന്ദര്യം യക്ഷിയുടെ മായ ആയിരുന്നില്ലെന്ന്. ആ മായിക വലയത്തിപ്പെടുത്തി എന്നെ വശീകരിക്കായിരുന്നില്ലെന്ന്. അതുകൊണ്ടാ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായതെന്ന് അന്ന് ദാമുമാമ പറഞ്ഞു. അമ്പാലിക അമ്മാമ്മയുടെ മനസ്സറിഞ്ഞ് കൃത്തിച്ചു നോക്കിന്ന്. ആദ്യ രാത്രിയില് അമ്മാമ്മയുടെ പേര് പറഞ്ഞപ്പോ ആ മുഖത്തുണ്ടായ ക്രോധഭാവം മറക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. ചിലപ്പോഴെല്ലാം അമ്പാലികയ്ക്ക് വല്ലാത്ത ആവേശവും ബലവും തോന്നിയിട്ടുണ്ട്. അത് എന്നോടുള്ള അമിത സ്നേഹമായിട്ടാണ് ഞാൻ കരുതിയത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ശക്തിക്ക് ഇങ്ങനത്തെ ഒരു സത്വം പിറക്കുമെന്ന്. ഏട്ടാ, നീ പേടിക്കണ്ട, അമ്പാലികയെ ഞാൻ ഉപേക്ഷിക്കില്ല. ഏത് ശക്തിക്ക് അടിപ്പെട്ടാലും നോർമലായിട്ടുള്ള അമ്പാലികയുടെ മനസ്സെനിക്കറിയാം. എന്റെ ഏത് തീരുമാനവും ആ കുടുംബത്തെ ആട്ടിപ്പറിക്കും. എല്ലാറ്റിലുപരി നിന്റെ ജീവിത സമാധാനം ഞാൻ തകർക്കില്ല. ശ്രീദേവിക്ക് ഇത് താങ്ങാൻ കഴിയില്ലെന്നറിയാം. എന്റെ വിധിയാണെന്ന് കരുതി ഞാൻ സ്വയം സമാധാനിച്ചോളാം. കാളിക്കുട്ടി വന്നിരിക്കണു. ആ, എന്താ കാളിക്കുട്ടി, നിനക്ക് പോണം തന്നെയാണോ? ആ, വീട് വരെ ഒന്ന് പോയിട്ട് വേഗം വരാം. എന്നാ വേണ്ട, ഓ, അമ്പാലിക എണീറ്റ് നടക്കാറാവണ വരെ ഇവിടെ തന്നെ വേണം. എന്താ? അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ മുറി മാറ്റണ്ട നല്ലത്. ഇനി അത് കിടക്കണ്ട അത്ര ശരിയല്ല. അതെ, ആ തെക്കിനിത്തലത്തിലെ കിഴക്കേ മുറി കിടന്നോളൂ. പിന്നെ കാളിക്കുട്ടി ആരോടും ഒന്നും പറയണ്ട, മനസ്സിലായോ? ഇല്ലില്ല, അല്ലേലും ഞാൻ ആരോടൊന്നും പറയില്ല. അല്ല, നീ എവിടെ നിക്കുക? കാളിക്കുട്ടിയെ, നീ പോയി പാറൂട്ടിയോടും അപ്പൂട്ടിനോടും ഇവിടെ ഒന്ന് വരാൻ പറയാ. ഞാൻ ഇപ്പൊ കൂട്ടിയിട്ട് വരാം. ഓ എന്റെ അമ്മേ, ഞാൻ ആ കാളിക്കുട്ടി ഇവിടെ പിടിച്ചു നിർത്തിയത് അത് ചൂടോടെ ന്യൂസും കൊണ്ട് നടക്കണ്ടെന്ന് വെച്ചിട്ടാ. എന്തൊരു ഓട്ടാ ഓടിയത്.